വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസം വീട് നിർമ്മിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി നിശ്ചയിച്ചിരിക്കുകയാണ്. പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായി ഏറ്റെടുക്കും. ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാന പരിധി കണക്കാക്കില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഈ 20 ലക്ഷം എന്നുള്ളത് എല്ലാവർക്കും ആ തുക എന്നുള്ളതാണോ? അത് എങ്ങനെയായിരിക്കും നൽകുക? എപ്പോൾ ലഭ്യമായി തുടങ്ങും? എങ്ങനെയാണ് തീരുമാനങ്ങൾ? ടൗൺഷിപ്പ് നിർമ്മിക്കുമ്പോൾ വീടിന് കുറഞ്ഞ 20 ലക്ഷം രൂപയുടെ വീട് എന്നത് ഉറപ്പാക്കുകയാണ് മന്ത്രിസഭ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാത്രമായിരിക്കും ഈ പദ്ധതി, ടൗൺഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. അതിന് കാരണം എന്തെന്നാൽ ഈ വയനാട് ജില്ലാ കളക്ടർ തയ്യാറാക്കിയ ദുരന്തബാധിതരുടെ പട്ടികയിൽ 430-ൽ കൂടുതൽ പേരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് ഈ പലരും അവരുടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് 15 ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഈ എണ്ണം സംബന്ധിച്ച കൂടുതൽ എണ്ണം ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുക. 5 സെന്റിൽ വീട് നിർമ്മാണം എന്ന രീതിയിലായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ വിസ്തീർണവും ഇന്നത്തെ മന്ത്രിസഭാ യോഗം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിനായി 7 സെന്റ് ഭൂമി പ്ലോട്ടായി പുനഃക്രമീകരിക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം. ഭൂമി പതിച്ചു നൽകുന്നതിന് ഗുണഭോക്താക്കളുടെ വരുമാന പരിധി കണക്കാക്കില്ല. ദുരന്തം കാരണം ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക തയ്യാറാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. 50 മീറ്ററിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകൾ മാത്രമായിരിക്കും ഇത്തരത്തിൽ പരിഗണിക്കുക. ഇതിനു വേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയാണെന്നതും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിശ്ചയിച്ചിട്ടുണ്ട്. ഏതായാലും വയനാട് ടൗൺഷിപ്പ് മാതൃകയിലെ ഭൂമി പതിവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിട്ടുണ്ട്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് മുണ്ടക്കയും ഒപ്പം തന്നെ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീരുമാനമെടുക്കുന്നു. മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് പുതിയ തീരുമാനമുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ വീട് നിർമ്മിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് തുക 20 ലക്ഷം രൂപയായി നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.